കോഴിക്കോട് വെള്ളയിൽ കൊലപാതക കേസിലെ പ്രതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഓട്ടോ ഡ്രൈവർ കൂടിയായ ശ്രീകാന്താണ് കൊല്ലപ്പെട്ടത്. ഒരാൾ കസ്റ്റഡിയിലായി. 5:30 മണി സമയത്താണ് സംഭവം. നമ്മളടുത്ത വീട്ടിലുള്ള സ്ത്രീ അമ്പലത്തിൽ പോകാൻ വേണ്ടി എണീച്ച് വരുന്ന സമയത്ത് അത് കണ്ടത്. അപ്പോൾ അവർ വന്ന് വീട്ടിൽ വന്ന് ബെല്ലടിച്ച് വിവരം പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊക്കെ റോട്ടുമ്പിൽ ഇറങ്ങി. അവർ കാണുന്ന സമയത്ത് ചെറിയൊരു പിടപ്പുണ്ടായിന്. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ആളെ ജീവൻ പോയി. കാർ അവർ തന്നെയാണ് തലേന്ന് രാത്രി കത്തിച്ചതാണ്. മരിച്ച ആളെ കാർ തന്നെയാണ്. ഓട്ടോറിക്ഷ വണ്ടിയിൽ വേറെ ഒരാളുണ്ടായിട്ടുണ്ട്. അയാൾക്ക് ബോധമില്ല. അയാളിപ്പോൾ രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോലീസുകാരെല്ലാം കൂടി. ഈ സംഭവ സ്ഥലത്ത് നമ്മുടെ പ്രതിനിധി കോഴിക്കോട് സമീർ സി മുഹമ്മദ് എത്തിയിട്ടുണ്ട്. സമീർ സി മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? പറയൂ വിവരങ്ങൾ. എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ ഈ മരണത്തിൽ? ഗുഡ് മോർണിംഗ് SKN. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊലപാതകം നടന്ന അവിടെയാണ്. ഈ കാണുന്ന ഓട്ടോറിക്ഷയുടെ ഉടമയാണ് ശ്രീകാന്ത്. ഒപ്പം തന്നെ നമുക്ക് തൊട്ടടുത്ത് ഒരു കാറ് കാണാം. ഈ കാറ് കഴിഞ്ഞ ദിവസമാണ് കത്തിച്ചത്. മിനിയാന്ന് രാത്രിയോടുകൂടിയാണ് കത്തിച്ചത്. അത് കത്തിച്ചതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഈ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചയോട് കൂടെ ശ്രീകാന്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാറിൽ ഭാഗത്ത് തന്നെയാണ് ഈ ഓട്ടോറിക്ഷയും പാർക്ക് ചെയ്തിരുന്നത്. നമുക്ക് അതിനകത്ത് വളരെ വലിയ രീതിയിൽ മദ്യക്കുപ്പികളുണ്ട്. അതുപോലെ തന്നെ രക്തവും ചെരുപ്പുമെല്ലാം കലർന്ന് കിടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത്. ഇവിടെ വെച്ചുകൊണ്ടാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ഒപ്പം ഇതിൻ്റെ ഒരു ദുരൂഹത എന്ന് പറയുന്നത് ഈ കാർ കത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കൊലപാതകം എന്നുള്ള ഒരു ബലത്തിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വടിവാൾ കൊണ്ട് എത്തിയ ഒരു വ്യക്തിയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്ന് നാട്ടുകാർ കണ്ടിട്ടുണ്ട്. അക്കാര്യം പോലീസിന് വിവരം നൽകിയിട്ടുമുണ്ട്. ഇരുചക്ര വാഹനത്തിലാണ്, ബൈക്കിലാണ് ഈ പ്രതി എത്തിയത്. ഹെൽമെറ്റ് ധരിച്ചിരുന്നു. വടിവാൾ ഈ വ്യക്തിയുടെ ബൈക്കിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം മടങ്ങുന്ന കാഴ്ചയാണ് നാട്ടുകാർ കണ്ടത്. അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് വിവരം നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ വെള്ളയിൽ പോലീസ് ഇവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരെല്ലാം തന്നെ വലിയ ഒരു ഭീതിയിൽ തന്നെയാണ് ഉള്ളത്. നാട്ടുകാരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ശ്രീകാന്ത് മറ്റൊരു കൊലപാതക കേസിൽ പ്രതിയായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണോ ഈ ഒരു കൊലപാതകം എന്നുള്ള ഒരു സംശയവും നിലനിൽക്കുന്നു. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെയാണ് ഇൻക്വസ്റ്റും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും ഉണ്ടാവുക. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാളെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ആ വ്യക്തിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പശ്ചാത്തലം സംബന്ധിച്ച്, അതായത് നേരത്തെ ഉണ്ടായ കൊലപാതകത്തിൻ്റെ തുടർച്ചയാണോ ഈ ഒരു വാഹനം, ഈ രണ്ട് വാഹനങ്ങൾ, അതായത് ഈ കാറും ഈ ഓട്ടോറിക്ഷയും ശ്രീകാന്തിൻ്റേത് തന്നെയാണ്. അതിൻ്റെ അത് അഗ്നിക്കിരയാക്കിയ സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും വലിയ ഒരു ഭീതിയുടെ ഒരു അന്തരീക്ഷം തന്നെയാണ് ഈ നാട്ടിലുള്ളത്. ഈ പ്രതിയെ ഹെൽമെറ്റ് ധരിച്ചിരുന്നു എന്നതുകൊണ്ട് കണ്ടാൽ തിരിച്ചറിയാത്തൊരു സാഹചര്യമുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് വെള്ളയിൽ പോലീസ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.